ഇന്നത്തെ കോൺഗ്രസ്സുകാരൻ എൽദോ ചിറക്കച്ചാലിലാണ്. ഞാൻ പെട്ടെന്ന് പേര് പറയാൻ കാര്യം, വളരെ അടുത്ത സൗഹൃദമുള്ളതുകൊണ്ട് എൽദോ എന്ന് മാത്രം വിളിച്ചാണ് എനിക്ക് അദ്ദേഹത്തെ അറിയാവുന്നുള്ളത്. പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ ഇപ്പോൾ ജില്ലാ പ്രസിഡൻ്റാണ് അദ്ദേഹം. അതിനപ്പുറത്തേക്ക് ഞാൻ ഓരോ വ്യക്തികളെ പരിചയപ്പെടുത്തുമ്പോൾ അവരെക്കുറിച്ച് എനിക്ക് തോന്നുന്ന ചെറിയ ചില നുറുങ്ങുകൾ ഞാൻ പറയാറുണ്ട്. എൽദോ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ ആദ്യം വരുമ്പം എനിക്ക് ഓർമ്മ വരുന്നത് ചായ ഗ്ലാസ്സുകളാണ്. പലതരം ചായ വിഭവങ്ങളുടെ ഒരു എന്താ പറയാനായിട്ട് ഒരു കളക്ഷൻ തന്നെ പുള്ളിക്കാരന് ഉണ്ട്. അതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അതിനപ്പുറത്തേക്ക് വളരെ നന്നായി സംഗീതം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കോൺഗ്രസ്സുകാരൻ്റെ ഈ ഒരു കോമ്പിനേഷൻ, ഒരു ചായപ്രേമിയാണ്, സംഗീതപ്രേമിയാണ്. ശ്രീ എൽദോയെ ഞാൻ വെൽക്കം ചെയ്യുന്നു. വെൽക്കം എൽദോ. താങ്ക് യു. എൽദോ, കോൺഗ്രസ്സുകാരൻ എന്താണ് എന്നുള്ള ചോദ്യത്തിലാണ് സാധാരണ എപ്പോഴും ഈ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. പക്ഷേ ഞാൻ താങ്കളോട് അത് ചോദിക്കുന്നില്ല. കാരണം വേറിട്ട വഴികളിൽ കൂടെ രാഷ്ട്രീയത്തിലേക്ക് വന്നതാണ് അല്ലേ? പ്രൊഫഷണൽ കോൺഗ്രസ് ആയിട്ടും അല്ലാതെ പലവിധ സമരങ്ങളിലൂടെയും. നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോഴും പറഞ്ഞു, എൻവയോൺമെൻറ്റ് ബേസ് മലിനീകരണത്തിനെതിരെയുള്ള സമരങ്ങളുണ്ടായിരുന്നു, ലുലുവിനെതിരെ സമരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പല സമരങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ എന്താണ് പൊതുവായിട്ട് എൽദോ കാണുന്ന കോൺഗ്രസ് രാഷ്ട്രീയം എന്താണ്? താങ്ക് യു. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ദീപു ആദ്യം പറഞ്ഞതുപോലെ ഞാനൊരു കോളേജിലൊന്നും ഒരു രാഷ്ട്രീയം ഒരുപാട് ഉണ്ടായിരുന്ന വ്യക്തിയല്ല. തീർച്ചയായിട്ടും എല്ലാ കോൺഗ്രസ്സുകാരെ പോലെയും ഒരു കോൺഗ്രസ് ഒരു കുടുംബം അവിടെ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇപ്പോൾ ഓരോ സമയവും നമുക്ക് കിട്ടുന്ന സൗഹൃദങ്ങളാണ് നമ്മെ ബിൽഡ് ചെയ്യുന്നതെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കോളേജ് ലൈഫിലൊക്കെ കിട്ടിയ ആളുകൾ, എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ, അവർക്ക് രാഷ്ട്രീയം, നമ്മൾ കാണുന്ന രാഷ്ട്രീയം ഇല്ലെങ്കിലും അവരുടേതായ നിലപാടുകൾ ഓരോ വിഷയങ്ങളിലും, നമ്മൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഇടപെടുന്ന പല വിഷയങ്ങളുണ്ട് കോളേജ് ടൈമിലൊക്കെ. അപ്പോൾ അതിൽ കിട്ടുന്ന അവരുമായി ഒപ്പം നിൽക്കുമ്പോൾ കാട്ടുന്ന ഒരു ആത്മാർത്ഥത, അല്ലെങ്കിൽ ഓരോ വിഷയങ്ങളിലും നമ്മൾ എൻഗേജ്ഡ് ആകുമ്പോൾ അതിൻ്റെ ഒരു ഡെപ്തിൽ ഓരോ വിഷയങ്ങളെയും സമീപിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം കോൺഗ്രസ്സിലേക്ക് കുറച്ചുകൂടെ അടുത്ത് വരാൻ പറ്റി. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയം, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയം വളരെ ചെറുതാണ്. ഇപ്പോൾ ഈ ആളുകളെ, നമ്മൾ എപ്പോഴും രാഷ്ട്രീയം ആളുകളിലേക്ക് എത്തണം എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. അപ്പോൾ കോൺഗ്രസ് എന്നും മതേതരം എന്ന് നാം വിശ്വസിക്കുന്ന, ഇന്നത്തെ ഒരു സമൂഹത്തിൽ നാം വിശ്വസിക്കുന്ന, അതോടൊപ്പം ഒരു പ്രോഗ്രസീവായിട്ടുള്ള ചിന്തകൾ വെച്ച് പുലർത്തുന്ന നേതാക്കന്മാരുള്ള, അതോടൊപ്പം സാധാരണക്കാരെയും ചേർത്ത് നിർത്തുന്ന ഈ മൂന്ന് ഘടകങ്ങളും ചേർന്നിട്ടുള്ള ഒരു ഐഡിയോളജി ഉള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ നമ്മളുടെ ഒരു സത്യം അത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയം ഞാൻ കാണുന്ന അതാണ്, സാധാരണക്കാരെ ചേർത്ത് നിർത്തി ഇന്ത്യയുടെ ഭരണഘടന പറയുന്നത് പോലെ മതേതരത്വ സ്വഭാവത്തിൽ പ്രവർത്തിച്ച്, അതോടൊപ്പം ഇന്നത്തെ തലമുറയെ കണ്ട ഒരു പ്രോഗ്രസീവ് ചിന്തകൾ, അത് ചിലപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് മാറേണ്ടതായിട്ട് വരും. ഒരിക്കലും നമ്മളുടെ ഓരോ ഈ ചിന്തകളായാലും ഒന്നും മാറരുത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രാഷ്ട്രീയമായാലും ചില ചിന്തകൾ ഓരോ സമയത്തും മാറേണ്ടതായിട്ട് വരും. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നമ്മൾ എന്നും ഈ ഹിസ്റ്ററിയാണ് കൂടുതൽ എപ്പോഴും ഒരു സമയം വരെ പറയാറുള്ളത്. ഇപ്പോഴും നമ്മൾ ചില രാഷ്ട്രീയക്കാർ സംസാരിക്കുമ്പോൾ ചരിത്രം പറയും. തീർച്ചയായിട്ടും അത് തെറ്റല്ല. കാരണം ആ ചരിത്രമാണ് എന്നെയും നിങ്ങളെയും ഇവിടെ ഇപ്പോൾ ഇതുപോലെ ഇരുത്താൻ പ്രാപ്തരാക്കിയത്. പക്ഷെ അതോടൊപ്പം ഇന്നത്തെ ഒരു ജനറേഷൻ, എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് നമ്മൾ ജെൻസി എന്ന് പേരിട്ട് വിളിക്കുന്നവരും, അല്ലെങ്കിൽ നമ്മളുടെ പ്രായമുള്ളവർ പോലും ചിന്തിക്കുന്നത് ഒരു നാളെയെക്കുറിച്ച് കേൾക്കാനാണ്. അവർ കുറച്ചും കൂടി ഒരു പ്രോഗ്രസീവായിട്ട്, അല്ലെങ്കിൽ ചരിത്രത്തേക്കാൾ നാളെ എനിക്കെന്ത്, അല്ലെങ്കിൽ സമൂഹത്തിൽ എന്ത് മാറ്റമുണ്ടാകുമെന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുതിയ ചില നാളെയെക്കുറിച്ചും ഒക്കെ പറയുന്ന രാഷ്ട്രീയത്തിന് സമൂഹത്തിൽ കൂടുതൽ വേരോട്ടമുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി. ഇനി കുറച്ച് ഇപ്പോൾ നമ്മൾ പ്രൊഫഷണലായിട്ട് പറയുന്നു, നമ്മൾ വന്ന വഴികളിലൊക്കെ പറയുമെങ്കിലും ഒരുപക്ഷെ ഒരല്പം കൂടെ പരിശ്രമിച്ചിരുന്നെങ്കിൽ, പരിശ്രമം എന്നുള്ള വാക്ക് ചിലപ്പോൾ ഇതിൽ തെറ്റായിരിക്കാം, ഇപ്രാവശ്യം സ്ഥാനാർത്ഥിയാവുമായിരുന്നു അല്ലേ? അതിന് ശ്രമിക്കാത്തതാണോ? സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ലിസ്റ്റിലുണ്ടായിരുന്നു, പേരുണ്ടായിരുന്നു, ഒരുപക്ഷെ പെരുമ്പാവൂരിൽ നിന്ന് തന്നെ മത്സരിക്കാനുള്ള സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് അതിനൊരു എന്താ പറയുന്നത്, ഇപ്പം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നു? എന്താണത്?
അങ്ങനെയല്ല, ഞാൻ തുറന്നു പറയാം. കാരണം നമ്മളെപ്പോഴും രാഷ്ട്രീയത്തിലായാലും ഒന്നിലായാലും ഒന്ന് ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഞങ്ങളുടെ സംഘടന പ്രൊഫഷണൽ കോൺഗ്രസ് കൊടുത്തിട്ടുള്ള KPCCയിൽ കൊടുത്തിട്ടുള്ള ലിസ്റ്റിൽ എറണാകുളം ജില്ലയിൽ നിന്ന് എൻ്റെ പേരുണ്ടായിരുന്നു. അപ്പോൾ ആ ജില്ലയിൽ തന്നെ ആയിരിക്കണം നമ്മളെ കൂടുതലും പരിഗണിക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം, എറണാകുളം ജില്ല മറ്റ് ജില്ലകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതാണ്. കാരണം കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നത് ഒരുപാട് നമുക്ക് യങ്ങായിട്ടുള്ളതും അതല്ലാതെയുമുള്ള ഒരുപാട് നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. കാരണം എല്ലാവരും കഴിവുള്ള ആളുകളാണ്, അതാണ് കാരണം. അപ്പോൾ എറണാകുളം ജില്ല അതിൽ വളരെ മുൻപന്തിയിലാണ്. ഒരുപാട് യങ്സ്റ്റേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾക്കൊരു ഇതിലേക്ക് നമ്മളൊരു സീറ്റിലേക്ക് പോകുമ്പോൾ തന്നെ എവിടെ പരിഗണിക്കണം എന്നുള്ള ഒരു ചിന്ത തീർച്ചയായിട്ടും വരും. കറക്റ്റായിട്ട് നമ്മളെ അതിൽ മതം ഒരു ഘടകമാക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ഒരു പത്രത്തിൽ ഒരു സീറ്റ് എനിക്ക് വേണ്ടി പരിഗണിച്ചപ്പോൾ അവരെഴുതിയത് മതമാണ്. ഞാനിപ്പോൾ അവരോട് തന്നെ പറഞ്ഞിരുന്നു, ഒരിക്കലും എൻ്റെ പേരിൻ്റെ ഒപ്പം മതം ചേർത്ത് ഒരു സ്ഥലത്തേക്ക് എഴുതുന്നത് എനിക്ക് തന്നെ ബുദ്ധിമുട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രസീവ് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മറ്റ് ചില പരിഗണനകളെല്ലാം വന്നപ്പോൾ അവിടെ നമുക്ക് എല്ലായിടത്തും അറിയുന്നത് പോലെ മറ്റൊരു ഇപ്പോൾ ഒരു പ്രത്യേക സ്ഥലം എന്നുള്ള ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ എറണാകുളം ജില്ലയിലാണ് എന്നെ പരിഗണിക്കാൻ ഏറ്റവും സാധ്യതയുണ്ടായിരുന്നത്. പക്ഷേ അവിടുത്തെ ചില രാഷ്ട്രീയ സമവാക്യങ്ങളും എല്ലാം അവസാനം വന്നപ്പോൾ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിപ്പോൾ ദീപുവിനെ പോലെ കുറച്ച് ആളുകൾക്കേ അറിയൂ. കാരണം നമ്മളതൊരു വലിയ ന്യൂസാക്കി പുറമേക്കൊന്നും ഒരുപാട് പറയുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശ്രമമുണ്ട് എന്നുള്ളത് ശ്രമിക്കാലുപരി നമ്മളോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. കാരണം നമ്മളുടെ സംഘടനയുടെ ഭാഗമായിട്ടും മാത്രമല്ല, ഞാനവിടെ വർഷങ്ങളായിട്ട് എറണാകുളത്ത് എനിക്ക് തോന്നുന്നു എനിക്കൊന്നൊരു 10 വർഷത്തിന് മേളിലായിട്ട് പ്രൊഫഷണൽസിൻ്റെയും യങ്സ്റ്റേഴ്സിൻ്റെയും പ്രത്യേകിച്ച് IT പാർക്ക് കേന്ദ്രീകരിച്ചും രാഷ്ട്രീയ പ്രവർത്തനവും അതോടൊപ്പം സാമൂഹിക പ്രവർത്തനവും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസിൽ എന്താവശ്യം വന്നാലും ആദ്യം ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് എന്നുള്ള പേര് പാർട്ടിയിലേക്ക് ഒരാവശ്യം വരുമ്പോൾ ആദ്യം വിളിക്കുന്ന പേരുകളിൽ ഒന്നാണ് പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ. അത്രമാത്രം ക്ലോസ് ആണ് അവിടുത്തെ പാർട്ടി സിസ്റ്റമായിട്ട്. പാർട്ടി സിസ്റ്റത്തെക്കാളും ഞാൻ ഇങ്ങനെയുള്ള ആളുകളിലേക്ക് എപ്പോഴും നമ്മൾ ഈ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിൽ നിന്നുള്ള ആളാവുമ്പോൾ അവിടെയുള്ള ആളുകൾ നമ്മളെ ആയിരിക്കും എന്താവശ്യത്തിനും സമീപിക്കുക. അപ്പോൾ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമുക്കെല്ലാം പറ്റില്ല. ചിലപ്പോൾ നമ്മളോട് ഇപ്പോൾ ഞങ്ങളുടെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെയാണെങ്കിലും പല കാര്യങ്ങൾക്ക് സമീപിക്കും. പക്ഷേ അറ്റ്ലീസ്റ്റ് ശ്രമിക്കും. അല്ല, ഞാൻ പോലും പല പ്രാവശ്യവും എറണാകുളത്തുള്ള ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എൽദോയാണ് പരിഗണിച്ചു അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അപ്പോൾ ഞാൻ ശ്രമിക്കുക എന്നുള്ളതുണ്ട്. പലപ്പോഴും പല ബന്ധങ്ങളൊക്കെ നഷ്ടമാവാറുണ്ട്, നിങ്ങൾക്കത് പറ്റുമായിരുന്നില്ലെന്ന്. പക്ഷെ നമുക്ക് ചിലപ്പോൾ ഒരു വളരെ ചുരുക്കി പറഞ്ഞാൽ ഒരു കോളേജ് അഡ്മിഷൻ എനിക്ക് ആവശ്യപ്പെടുന്നത് ഞാൻ ചിലപ്പോൾ ഒരു MPയോടെ MLAയോടെ ആയിരിക്കും ഒരു സീറ്റ് ആവശ്യപ്പെടുക. പക്ഷെ അവർ വേറൊരാൾക്ക് ആ സീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 1-2 പേർക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡേഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ സ്ഥിരം എന്നെ വിശ്വസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ എന്നോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ ഞാൻ ഇവരുടെ ഒക്കെ ഒപ്പം വളരെ ക്ലോസ് ആയിട്ട് പെരുമാറുന്നതൊക്കെ കാണുമ്പോൾ അവർക്ക് എന്നിലൊരു വിശ്വാസം ഉണ്ടാവും. പക്ഷെ ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഇങ്ങനെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, സോ ഡെഫിനറ്റ്ലി കിട്ടില്ല എന്നുള്ള ഒരു ഇത് വരും. പക്ഷെ ഞാൻ എൻ്റെ രീതിയിൽ നമുക്ക് പല മേഖലകളിൽ കൂടി ശ്രമിക്കാം. എൻ്റേതെന്നുള്ള രീതിയിലാണ് പലപ്പോഴും എൻ്റെ ഒപ്പം നിൽക്കുന്നവരെയും നമ്മൾക്ക് സ്നേഹവും പിന്തുണയും തരുന്നവരുടെ ആവശ്യങ്ങളിലും ഇടപെടാറ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ അവിടെ ഇങ്ങനൊരു ഇതുള്ളത്, ആളുകളുമായിട്ടൊരു അടുപ്പമുള്ളത്. അത് തന്നെയാണ് പാർട്ടിയും മറ്റുള്ളവരൊക്കെ അത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു വിശ്വാസമാണ് നമ്മളിലേക്കും വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം നമ്മളെ ചുറ്റുമുള്ള ആളുകളുടെ ഒരു സ്നേഹവും അവർ തരുന്ന ഒരു ബലവുമാണ്. കഴിഞ്ഞ മാർച്ച് 17-ാം തീയതിയുള്ള മനോരമ 17-ാം തീയതിയാണെന്ന് എൻ്റെ ഓർമ്മ, മനോരമ പത്രത്തിൻ്റെ സെൻഡ് അപ്പ് സ്പ്രെഡ് എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞൊരു രൂപമാണ് എൽദോയുടേത്. ശ്രീ VD സതീശനുമായിട്ട് അദ്ദേഹം ആദ്യം പര്യടനത്തിന് പോയപ്പോൾ ക്ലിക്ക് ചെയ്തൊരു ഫോട്ടോ ആണ്. അപ്പോൾ ആ ഫോട്ടോ എനിക്കുണ്ടാക്കിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ, അയ്യോ എനിക്ക് പരിചയമുള്ള ഒരാളുടെ ഇതായി നിൽക്കുന്നു, അദ്ദേഹമാണ് അവിടെ ഉണ്ടെന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എറണാകുളത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഞാനൊരു ചിത്രത്തിന് ഒരു വളരെ എന്താ പറയുക പൊയറ്റിക്കായി കണക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എറണാകുളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള എന്ത് കാര്യങ്ങളും കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ എൽദോ ഉണ്ട് അല്ലേ, എൽദോ ഓടിയെത്താറുണ്ട്. രണ്ടാമത്തെ കാര്യം, ഞാൻ എൽദോയിൽ ശ്രദ്ധിച്ചൊരു സംഭവം, ഏത് ഇലക്ഷൻ എന്നല്ല അല്ലെങ്കിൽ ഏത് കോൺഗ്രസ് പരിപാടി എന്നല്ല, ആര് വിളിച്ചോ വിളിച്ചില്ലയോ ഒന്നും എൽദോയുടെ വിഷയങ്ങളെ ആവുന്നില്ല.
ആൾക്കൂട്ടത്തിൽ തനിയെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഒന്നും പ്രതീക്ഷിച്ചില്ല. ആ സ്ഥാനാർത്ഥിയുടെ കൂടെ എൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടി ഞാനുണ്ട്. പല അവസരങ്ങളിലും അത് അവിടെ സ്റ്റേജിൽ എനിക്കൊരു വേദി തന്നോ ഇരിക്കാനൊരു സംഭവം തന്നോ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചൊന്നും എൽദോയെ സംബന്ധിച്ചിടത്തോളം വിഷയമാവുന്നില്ല. എൽദോ അവിടെ ഉണ്ട്. നമ്മൾ ഈ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ മുമ്പും ഒരു സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിനാണ് നമ്മൾ വീണ്ടും അവിടെ വെച്ച് കാണുന്നത് അല്ലേ. അപ്പോൾ അതൊരു ഭയങ്കരമായൊരു കമ്മിറ്റ്മെൻറ്റാണ്. അതെപ്പോഴും ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം ഞാനിപ്പോൾ ഏറ്റവും ലാസ്റ്റ് വന്ന ട്രിവാൻഡ്രത്ത് രാഹുൽ ഗാന്ധി വരുന്ന ഫംഗ്ഷന് അന്ന് വൈകുന്നേരം ഉച്ചയ്ക്ക് നമ്മുടെ ഫംഗ്ഷൻ കഴിഞ്ഞ് നമ്മളെല്ലാം തിരിഞ്ഞു പോയപ്പോഴും എൽദോ അടുത്ത മഹാസമ്മേളനത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. ഞാൻ ഒരാളെങ്കിൽ ഒരാൾ എൻ്റെ ശക്തി അല്ലെങ്കിൽ എൻ്റെ പാർട്ടിക്ക് വേണ്ടി അവിടെ ഉണ്ടാവുമെന്ന് പറയുന്ന സാധാരണ ഗ്രാസ് റൂട്ട് ലെവൽ പൊളിറ്റീഷ്യൻ കാണിക്കുന്ന അതേ ആവേശത്തോടു കൂടി എപ്പോഴും നിലകൊള്ളാറുണ്ട്. തീർച്ചയായിട്ടും ദീപു അത് ശ്രദ്ധിച്ചത് നമുക്കറിയില്ല ഇങ്ങനെ ആരൊക്കെ അത് നോക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ദീപു പറഞ്ഞതാണ് ശരി. കാരണം എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന ഒരു അധികാരത്തിൻ്റെ ഒരു ഇത് കണ്ടിട്ടോ, എനിക്ക് പേഴ്സണലി മാത്രമല്ല നമ്മുടെ പാർട്ടി ഒരു അധികാരത്തിലേക്ക് പോകുന്നത് മാത്രമല്ല എൻ്റെ രാഷ്ട്രീയം. അതിലുപരി നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ ഈ രാഷ്ട്രീയം മാത്രമായി കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നിരാശകളുണ്ടാകാം, അല്ലെങ്കിൽ പല മോഹങ്ങളും ഉണ്ടാകാം, എല്ലാം ഉണ്ടാകും. പക്ഷേ നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും, അത് രാഷ്ട്രീയമാവട്ടെ, ചായ കുടിക്കാൻ പോകുന്നതാകട്ടെ, പാട്ട് കേൾക്കുന്നതാകട്ടെ, നമുക്കതിലൊരു ഇഷ്ടം കൂടി നമ്മൾ വരുത്തിയാൽ നമ്മളിങ്ങനെ അതിൻ്റെ ഒപ്പം അങ്ങോട്ട് ഒരു ഇഷ്ടം മാത്രമല്ല, ഒരു കമ്മിറ്റ്മെൻ്റ് അല്ലേ. തീർച്ചയായിട്ടും. പക്ഷേ എൻ്റെ രാഷ്ട്രീയം അതിലൊരു സൗഹൃദമുണ്ട്. ഇപ്പോൾ ദീപുമായിട്ട് ഞാനൊരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ബന്ധമല്ല, അതിനപ്പുറം ഒരു സൗഹൃദം ഞാൻ ഓരോ മേഖലകളിലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് പലപ്പോഴും എല്ലായിടത്തും ഓടിയെത്തുന്നത്. കാരണം ഞാനൊരു ജോലി ചെയ്യുന്ന ഒരാളാണ്, അതോടൊപ്പം എനിക്ക് എൻ്റേതായിട്ടുള്ള ചില ബിസിനസ്സുകളിലെല്ലാം ഞാൻ ഇൻവോൾവ് ആണ്. അപ്പോൾ എല്ലാവരെ പോലെയും നിങ്ങൾ പറഞ്ഞ പോലെ ചായ കുടി ഡെയിലി കൊച്ചി പനമ്പള്ളി നഗർ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ ഞാൻ ഒരു കട്ടൻ ചായെങ്കിലും കുടിക്കാൻ പോകും. പാട്ട് അത് കൊച്ചി ആണെങ്കിലും ട്രിവാൻഡ്രം ആണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും ഡൽഹി ആണെങ്കിലും ഒക്കെ പോകും. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ തന്നെ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്, ഇപ്പോൾ ഇന്നിപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് നാളെ രാവിലെ കൊച്ചിയിലൊരു മ്യൂസിക് ഷോ ഉണ്ടെങ്കിൽ എനിക്ക് ഇന്ന് രാത്രി തന്നെ ഉറങ്ങാതെ പോകേണ്ടി വരും. അപ്പം അതിനൊരു എഫേർട്ട് ഉണ്ട്, നമുക്ക് വരുന്ന ഒരു ക്ഷീണമുണ്ട്, ഒരു സ്ട്രെസ് ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് നാളെ ആ പരിപാടി ഞാൻ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഇതിനേക്കാളും വലിയൊരു സ്ട്രെസ് എനിക്കുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അതെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയത്തോടുള്ള സ്നേഹം, തീർച്ചയായിട്ടും ഈ പാർട്ടി അധികാരത്തിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹം എല്ലാം ഉള്ളതുകൊണ്ട് ഇപ്രാവശ്യം എറണാകുളം ജില്ലയിലുള്ള 14 സ്ഥാനാർത്ഥികളെയും ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ പോയി കവർ ചെയ്തു. അവരോടൊപ്പം തന്നെ ഞാൻ എന്താവശ്യമാണ് അവർക്കുള്ളത് എന്ന് കൂടി ചോദിക്കാറുണ്ട്. പിന്നെ പുതുപ്പള്ളി, അതുകൂടാതെ ഇപ്പോൾ ട്രിവാൻഡ്രത്തെ ഇന്നും ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഞാൻ സ്റ്റേ എടുത്ത് ഇവിടെ താമസിക്കുകയാണ്. കാരണം ഇവിടുത്തെയുള്ള എൻ്റെ സുഹൃത്തുക്കളെ കാണുക, എന്തെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കുന്നത് ചെറിയ കാര്യമായിരിക്കും. ഞാനിവിടെ വന്നിട്ട് മുഴുവനും ജയിപ്പിച്ചു പോകാമെന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല. പക്ഷേ പറ്റുന്ന ആവശ്യങ്ങൾ അവരോട് ചോദിക്കും. എല്ലാവരോടും അത് തന്നെ ചെയ്യുന്നുള്ളൂ, ചോദിക്കും. നമ്മൾക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അതിൽ എൻ്റെ രാഷ്ട്രീയം ഉണ്ട്, എൻ്റെ സൗഹൃദം ഉണ്ട്, അതിലുപരി എൻ്റെ ഒരു സന്തോഷമുണ്ട്. ഞാനിതിൽ ഈ ഒരു ഇൻവോൾവ് ആകുമ്പോൾ ഇപ്പോൾ ടു ബി എൻഗേജ്ഡ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താ പറഞ്ഞിട്ട് സിമ്പിളായും വളരെ സെൽഫ്ലെസ്സായി ഈ കാര്യം പറഞ്ഞെങ്കിലും ഞാൻ കാണുന്നത് വേറൊരു രീതിയിലാണ്. അത് ചിലപ്പം താങ്കൾക്കത് മനസ്സിലാവത്തില്ലായിരിക്കും. ഞാൻ ഈ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറഞ്ഞ് ഞാൻ ഉപയോഗിച്ച വാക്ക് എൽദോയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. എൽദോ എല്ലാ സ്ഥലത്തും ഉണ്ടാവും, പക്ഷെ ഒരിടത്ത് പോലും എന്നെ ശ്രദ്ധിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഞാനിവിടെയല്ലോ, ഇത് പാർട്ടിക്കകത്തോ അല്ലെങ്കിൽ പൊതുവേ ഇന്നത്തെ സമൂഹത്തിൽ നാർസിസം എന്ന് പറയുന്ന ഒരു വലിയ സംഭവമുണ്ട്. അതൊന്നും ഇല്ലാതെ അവിടെ എൻ്റെ പ്രസൻസ് അറിയിക്കണം എന്ന് പറയുന്ന ആ ഒരു മൊമെൻ്റാണ് എനിക്കെപ്പോഴും എൽദോയെ ഭയങ്കര റെസ്പെക്റ്റോടുകൂടി ഞാൻ കണ്ടിട്ടുള്ളൊരു ഫാക്ടർ. അത് എന്നെ വളരെയധികം സന്തോഷിപ്പിക്കാറുണ്ട്. ഇദ്ദേഹം ഈ വേദിയിലെത്തി, വളരെ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ പ്രൊഫഷണൽസിൻ്റെ ജീവിതങ്ങൾ നമ്മൾ കണ്ടുവരുമ്പോൾ നമ്മൾ കേൾക്കാത്ത എത്രയോ കഥകളിലെ വളരെ രസകരമായും മാതൃകയാക്കാൻ പറ്റിയ ഒരു കഥകളിലും ഒരു സ്റ്റോറികളിലൊന്നാണ് എൽദോ ഉള്ളത്. താങ്ക് യു. അതിനോട് ആഡ് ചെയ്ത് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഞാൻ മാറി നിൽക്കേണ്ട സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ ആവശ്യമില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ള സ്ഥലങ്ങളിൽ ഞാൻ പിന്നിലേക്ക് മാറി നിൽക്കാറുണ്ട്. അപ്പോൾ എനിക്കൊരു
നിങ്ങൾ പറഞ്ഞ പോലെ നഷ്ടബോധമോ ഒന്നുമില്ല. കാരണം ഞാനവിടെ ഉണ്ട്. ഒരു അപ്പോൾ refined politician ഞാനവിടെ ഒരു എൻ്റേതായിട്ടുള്ളൊരു ഇഷ്ടം കൊണ്ട് അവിടെ എത്തിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ പാർട്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് എത്തിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ എൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ അതിലുപരി ഞാൻ അംബീഷ്യസ് അല്ലാത്ത ഒരാളുമല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാ മനുഷ്യരെ പോലെയുണ്ട്. നമ്മളത് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷേ ഞാൻ അവിടെ കാണുന്നൊരു കാര്യം, ഞാൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ്. അത് രാഷ്ട്രീയത്തിലായാലും ഞാൻ ഏത് മേഖലകളിലാണെങ്കിലും നിൽക്കുന്ന മേഖലകളിൽ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ചായ കുടിക്കുന്നതിലാണെങ്കിൽ പോലും എൻ്റേതായിട്ടുള്ള ഇതുണ്ട്. ഞാനിപ്പോൾ ചിക്കമംഗളൂർ പോയി കോഫി കുടിക്കാറുണ്ട്. അതാണല്ലോ ഏറ്റവും വലിയൊരു കോഫി. അല്ലെങ്കിൽ അങ്ങനെയുള്ള പല സ്പേസും കോഫിക്ക് വേണ്ടി ഓടാറുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഹാർഡ് വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഈ കാണുന്ന സ്പേസ് നാളെ എനിക്ക് സൃഷ്ടിക്കാൻ പറ്റുമെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതെൻ്റെ ഒരു കോൺഫിഡൻസ് ആണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ പ്രവർത്തന മേഖല എടുത്തു പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ശക്തിയായിട്ട് ഞാൻ എപ്പോഴും കാണുന്നത്, എന്നോട് ഇന്ന് പറയുകയാണ് നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്, നാളെ 100 പ്രൊഫഷണൽസിനെ അവിടെ കൊണ്ടുവരണം എന്ന് എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ എനിക്കത് വലിയ ബുദ്ധിമുട്ടല്ല. ഇനി അതും വിടും. ഇപ്പോൾ നമ്മളുടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ബുദ്ധിമുട്ടുള്ള വലിയൊരു കാര്യം, ഇപ്പോൾ യങ് ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വുമൺ ഓൺട്രപ്രണേഴ്സ്, സ്ത്രീകൾ, രാഷ്ട്രീയമില്ലാത്തൊരു 100 സ്ത്രീകൾ നാളെ കൊച്ചിയിൽ ഒരു സദസ്സിൽ കൂടണമെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യവുമല്ല. കാരണം നമ്മൾ അവരായിട്ട് രാഷ്ട്രീയത്തിനപ്പുറം അല്ലെങ്കിൽ അവരുടെ പല ആവശ്യങ്ങളിലും നമ്മൾ എപ്പോഴും ഇൻവോൾവ് ആവാറുണ്ട്. അതിൽ രാഷ്ട്രീയമൊന്നും വയ്ക്കാറില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബന്ധം, സ്നേഹമെല്ലാം അവസാനം നമ്മൾ നിൽക്കുന്ന മേഖലകളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അവർ ഉപയോഗിക്കുകയല്ല എന്നുള്ള വ്യക്തമായ ബോധ്യം ഞാൻ സമീപിക്കുന്ന ഓരോ ആളുകൾക്കും എന്നിലുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മൾ വിളിക്കുമ്പോൾ ചേർന്ന് വരുന്നത് എന്നും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അംബീഷ്യസ് ആണ്, പക്ഷേ മാറി നിൽക്കേണ്ട സ്ഥലങ്ങളിൽ മാറി നിൽക്കാറുണ്ട്. പിന്നെ എല്ലാ ഇതും വേണമെന്ന് എനിക്ക് എന്നെ കാണണമെന്ന് എനിക്ക് നിർബന്ധമില്ല, പക്ഷേ ഞാനവിടെ ഉണ്ടാകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ശരി. പക്ഷേ ഞാനീ പറഞ്ഞില്ലേ, നമ്മുടെ ഈ കോൺഗ്രസ്സുകാരനുള്ള കഥകളിൽ ആരും കാണാത്ത ചില കഥകളിൽ ഒരു കഥാപാത്രമാണ്. പക്ഷേ നമ്മൾ പറയില്ല, ആ കഥാപാത്രത്തിനെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് ഈ ടോക്ക് ഷോയുടെ ഏറ്റവും വലിയ ഒരു ഉദ്ദേശശുദ്ധി കൂടി. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കളിപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സെലിബ്രിറ്റിയാണ്. സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ ആ വേർഡിന് ഇതില്ല, ഞാൻ പറയുന്നത് ശരിക്കും താങ്കളുടെ കഥ കേൾക്കുക, താങ്കളുടെ രാഷ്ട്രീയം കേൾക്കുക എന്ന് പറയുന്നത് നമുക്ക് പുത്തൻ അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളാണ് നമ്മൾ ബാക്കിയുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യേണ്ടതും. അവരെല്ലാവരും തന്നെ അവരുടെ ജോലികളിൽ അല്ലെങ്കിൽ അവരുടെ സേവനങ്ങളിൽ ഇത്തരം മാതൃകയാക്കി മുന്നോട്ട് പോകാൻ ഒരു സാഹചര്യം കൂടെ ഈ വാക്കുകളിൽ കൂടി നമുക്ക് കിട്ടാനാണ് നമ്മളെപ്പോഴും ശ്രമിക്കുന്നത്. 2, നമ്മുടെ ഈ സൗഹൃദങ്ങളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ എത്ര വലിയ ആൾക്കാരാണെന്നോ അല്ലെങ്കിൽ ചെറിയ ആൾക്കാരാണെന്നോ, പക്ഷെ നമ്മുടെ സൗഹൃദങ്ങൾ നമ്മളെ ഒരു സമൂഹത്തിലോ ഒരു രാജ്യത്തിൽ തന്നെ ഒരു പ്രത്യേക ഒരു സ്റ്റാൻഡിലേക്ക് കൊണ്ട് പലപ്പോഴും എത്തിക്കാറുണ്ട്. താങ്കളുടെ സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വൈഡ് റേഞ്ച് ഓഫ് സൗഹൃദം. ഇപ്പോൾ ഞാൻ പാർട്ടിയിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് ശ്രീ ശശി തരൂർ, ഹൈബി ഈഡൻ, റോജി, ഷിയാസ് ആണെങ്കിൽ ഷിയാസ്, എൽദോസ് കുന്നപ്പള്ളി ആണെങ്കിൽ അദ്ദേഹം എന്ന് പറഞ്ഞ് ഒരു ഭയങ്കരമായ ലീഡർഷിപ്പിലുള്ള എല്ലാവരുമായി ഒരു വളരെ അടുത്തൊരു ബന്ധം താങ്കൾക്കുണ്ട്. അപ്പോൾ താങ്കൾ ഒരു ഭയങ്കര പവർഫുൾ പേഴ്സൺ ആണോ? അല്ല, അങ്ങനെയല്ല. നമ്മൾ ഇപ്പോൾ പവർഫുൾ പേഴ്സൺ ആണോ എന്നുള്ള ടേമിലൊന്നും ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ സൗഹൃദങ്ങളുണ്ട് തീർച്ചയായിട്ടും. അതിപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഓരോ യു ആർ ജഡ്ജ്ഡ് ബൈ ദ കമ്പനി യു കീപ്പ് എന്ന് പറയും. അതെ. അപ്പോൾ താങ്കൾ പറഞ്ഞ ഓർഡറിലാണെങ്കിൽ എനിക്കിപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഞാൻ എപ്പോഴും കൗണ്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് പല സൗഹൃദങ്ങൾ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഇത് മുഖേനല്ല, ഇപ്പോൾ എനിക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വലിയ കാണുന്ന ആളുകളെയാണ് പറഞ്ഞത്. ഇപ്പോൾ കൊച്ചിയിലൊരു തീരദേശ മേഖലയുണ്ടെന്ന് വിചാരിക്കും, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അവിടെ എനിക്കൊരു സൗഹൃദമുണ്ട്. അപ്പോൾ ആ ഒരു ക്രൗഡിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ ഇപ്പോൾ ഇൻഫോ പാർക്ക് എൻ്റെ ഒരു ടെറിട്ടറിയാണ് ഇൻഫോ പാർക്ക്. അപ്പോൾ അവിടെ ഞാൻ ഈ വർഷം കേരളത്തിലെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയക്കാരനെ കൊണ്ട് ഒരു അഡ്മിഷൻ, എനിക്കൊരു കോളേജിലൊരു അഡ്മിഷൻ വേണം. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുള്ള രാഷ്ട്രീയക്കാരൊക്കെ അതിന് അഡ്മിഷൻ എടുത്തു. അത് അവിടുത്തെ ഒരു ചെറിയൊരു ചായക്കടയിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ അഡ്മിഷൻ എടുത്തത്. ഞാനതിന് അവസാന അറ്റം വരെയും പോയി, കാരണം അവരെന്നോട് ചോദിച്ചൊരു കാര്യമാണ്. അപ്പോൾ അതിന് ഇന്നിപ്പോൾ ഇവിടെ കാണുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിന് അപ്പുറം കാണുന്ന ഏറ്റവും വലിയൊരു പൊളിറ്റീഷ്യനാണത് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ ഇന്ന് എനിക്ക് ഇപ്പോൾ ആ ഒരു ആളെ മുൻനിർത്തി ആ ഇൻഫോ പാർക്കിൻ്റെ ചുറ്റും എത്ര പേര് ഇതറിഞ്ഞ് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു 100 പേര്, അതൊരു ലോക്കൽ ഏരിയയാണ്, ഒരു 100 പേര് ഒരു 10 മിനിറ്റിനുള്ളിൽ വേണമെങ്കിൽ കൂടും. അതേപോലെ ഒരു തീരദേശ മേഖലയിൽ ചെന്ന് അവിടെ നമ്മളെ സഹായിച്ചവരും നമ്മളൊപ്പം ചേർത്ത് നിർത്തിയവരുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ ഈ
വലിയ നമ്മൾ കാണുന്ന ആളുകളെക്കാളും നമ്മളൊരു ഗ്രൗണ്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ബന്ധങ്ങളും നമ്മുടെ ശക്തിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളീ പറഞ്ഞ പേരുകൾ എല്ലാം നമ്മൾ പലപ്പോഴും അവരുമായിട്ട് പല കാര്യങ്ങൾക്കും ഇപ്പോൾ നമ്മൾ അവരും ആയിട്ട് പല ജോയിൻ്റ് ആയിട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പം അങ്ങനെ ഒരുപാട് നാളുകൾക്കുണ്ടായി. ഞാൻ തമാശയായിട്ടൊരു കാര്യം പറയാം. ഇപ്പോൾ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഞാൻ സജീവമായി നിൽക്കാൻ തുടങ്ങിയിട്ടെന്ന് വെച്ചാൽ മുഴുവൻ സമയം തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷത്തിന് മുകളിലായി. അപ്പോൾ ഈ 10 വർഷം പാർട്ടിക്ക് അധികാരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം എല്ലാ നേതാക്കന്മാർക്കും എനിക്ക് വേണ്ടി സമയമുണ്ടായിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ ഞാൻ തമാശയായിട്ട് പറയും. ഒരുപക്ഷെ ഈ പാർട്ടിക്ക് ഈ സമയം അധികാരം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ബന്ധങ്ങൾ ഇത്രയും ശക്തമാകില്ല. ഇപ്പോൾ എനിക്ക് ചായ കുടിക്കണമെന്ന് പറഞ്ഞാലും എൻ്റെ ഒപ്പം വരുന്ന നിങ്ങൾ പറഞ്ഞ പോലെ MLA മാരുണ്ടാവും, അല്ലെങ്കിൽ MP മാരുണ്ടാവും, എല്ലാം ഉണ്ടാവും. എല്ലാം നമ്മൾ അവരുടെ ഒപ്പം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി സമയം ചെലവഴിച്ചപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒപ്പം ഞാൻ ഇരിക്കുന്നത് പോലും ഒരു സൗഹൃദത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ അത് നാച്ചുറലി ഉണ്ടായിട്ടുള്ളതാണ്, നമ്മളൊന്നും ചെയ്തതല്ല. അതേപോലെ തന്നെ ഇപ്പോൾ മ്യൂസിക് ഇൻഡസ്ട്രി നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ ഇപ്പോൾ കൊച്ചി അല്ലെങ്കിൽ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഏത് ബാൻഡിലും എൻ്റെ ഒരു പേര് പറഞ്ഞാൽ ഉണ്ടാവും. കാരണം അവരുടെ ഷോയ്ക്ക് ഏറ്റവും ഫ്രണ്ട് റോയിൽ ഞാനിരിക്കും. ഇപ്പോൾ കൊച്ചിയിൽ ഏത് പരിപാടി നടന്നാലും നിങ്ങൾ അറിയുന്ന ഏറ്റവും വലിയ മീഡിയാസ് മുഴുവൻ ഒന്ന് വിളിച്ച് ചോദിക്കരുതോ ഞങ്ങളുടെ ഷോയാണ്, നിങ്ങൾ വരില്ലേ നിങ്ങൾ. അപ്പോൾ ആ ടിക്കറ്റ് ഇപ്പം ഞാൻ പെയ്ഡായിട്ട് എല്ലാ ടിക്കറ്റും എടുത്ത് കാണുന്ന ആളാണ്. കാരണം സംഗീതമായാലും ഏത് കലയായാലും അത് പാടുന്നവരുടെ ഒരു ജോലി കൂടിയാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ പണം കൊടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പണം കൊടുത്താലും ഏറ്റവും മുന്നിലിരിക്കുന്ന സീറ്റ് എനിക്ക് എപ്പോഴും വാങ്ങി അതിൽ കയറി കാണാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അത് മുഴുവൻ ചെയ്യുന്ന ആളുകളുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഈ പറഞ്ഞ സൗഹൃദത്തിൻ്റെ ശക്തിയും അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ അത്രയും ആ ഒരു ഡെഡിക്കേഷൻ, ആ ഒരു ഡെപ്ത് ഉണ്ട്, ഒരു സത്യസന്ധതയുണ്ട് നമ്മൾ സമീപിക്കുന്ന കാര്യങ്ങളിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞ ലിസ്റ്റും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വളരെ ഗ്രൗണ്ടിലുള്ള എൻ്റെ സൗഹൃദങ്ങളും ഒക്കെ ഉള്ളത്. അതും പറയണമല്ലോ. കാരണം നമ്മളിങ്ങനെ ഒരു സ്റ്റേജിൽ എന്നെപ്പോലൊരു സാമൂഹ്യ പ്രവർത്തനത്തിലിരിക്കുന്ന ഒരാൾ മറ്റേ ലേബൽ മാത്രം പറയുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. അവർ മാത്രമല്ല എൻ്റെ ശക്തി എന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത്. ഇതിൽ കട്ട് ചെയ്യാതെ കാട്ടണം. യു ക്യാൻ ക്രിയേറ്റ് എ സ്റ്റോം ഇൻസൈഡ് എ ടീ കപ്പ് എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. അതായത് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നൊരു കാര്യങ്ങളിലൊന്നാണ് ഒരു ജീവിതത്തിൽ നമ്മുടെ എത്രമാത്രം സമയം നമ്മൾ ഓരോന്നിനും വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം എൽദോ പോലൊരാൾ ജീവിതത്തിൻ്റെ മുഴുസമയ രാഷ്ട്രീയമാണ് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അതായത് ജോലി ചെയ്യുന്ന പോകുന്ന ഇൻഫോപോക്കിലും ചായ കുടിക്കാൻ പോകുന്ന പാലാരിവട്ടത്തോ അല്ലെങ്കിൽ പനമ്പള്ളി നഗറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി തീരദേശത്ത് പോകുമ്പോഴോ ഒക്കെ കൂടെ നടക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്, കോൺഗ്രസ് രാഷ്ട്രീയമാണ്. തീർച്ചയായും. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ അടുത്തുള്ള ഇത്രയും മാത്രമുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് കൂടുതൽ ആൾക്കാരെ ഈ പാർട്ടിയിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ എൽദോ വഴി കഴിയട്ടെ. എൽദോ എന്ന് പറയുന്ന ആ വ്യക്തിത്വം കാണിക്കുന്ന ആ മാതൃക എല്ലാവരും ഫോളോ ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ബീങ് പാർട്ട് ഓഫ് ദ ഷോ. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ പോലെ ഈ നമ്മൾ ഇങ്ങനെ പരസ്പരം ഇരുന്ന് സംസാരിക്കുന്നത് വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് അത് ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ അതിൻ്റെ ഭംഗി കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ കാര്യം തന്നെയാണ് എൻ്റെ മനസ്സിലും. നമ്മൾ നിൽക്കുന്ന മേഖലകളിൽ കൂടി ഒരുപാട് ആളുകൾ സമൂഹത്തിലെ നമ്മളുടെ ഒപ്പം വരട്ടെ. അത് രാഷ്ട്രീയമായാലും അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന നല്ല പ്രവൃത്തികളോടൊപ്പം ചേർന്ന് വരട്ടെ എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ ഇരിപ്പിടവും ഓരോ ലേണിംഗ് ആണ്. ഇതും അതുപോലെ തന്നെ വലിയ അനുഭവമായിരുന്നു എന്നെ സംബന്ധിച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.